ഈ കാര്യങ്ങൾ പോയ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മാച്ചിൽ മിക്കവാറും സ്മരിക്കപ്പെടുന്നത് ഇന്ത്യയുടെ പെർഫോമൻസാണ്. ഇന്ത്യ ആസ് ചാമ്പ്യൻസ്, അത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻസായി. അതായിരിക്കാം ഒരുപക്ഷെ ഹോസ്റ്റ് കൺട്രിയുടെ റോളിനേക്കാൾ കൂടുതൽ സ്മരിക്കപ്പെടുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ക്രിറ്റിസിസം ഇന്ത്യയെ പറ്റിയുണ്ട്. ഇന്ത്യക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയെന്നാണ് പറയുന്നത്. അതെന്താ? കാരണം ബാക്കി ഉള്ള ടീമുകളൊക്കെ കറാച്ചിയിലും ലാഹോറിലും റാവൽപിണ്ടിയിലും കറങ്ങി നടക്കുകയാണ്. ഓരോ മാച്ചിനും അവിടെ പോകും, ഒരു മാച്ചിനും അവിടെ പോകും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ദുബായിലേക്കും പോരും. ഇങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ആയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ പോയി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാത്താണ് പ്രധാന പ്രശ്നം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവർ ലാഹോർ, റാവൽപിണ്ടി, കറാച്ചി, ദുബായി ആയിട്ട് നടക്കുമ്പോൾ ഇന്ത്യ അവിടെ വളരെ സേഫായിട്ട് സൗകര്യമായിട്ട് ദുബായിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. വെറുതെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോകണം, അത്രേ അവർക്കൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത് ഇന്ത്യക്ക് അതുകൊണ്ട് വലിയൊരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അതിനെ പറ്റിയുണ്ട്. പിന്നൊരു കാര്യം, ന്യൂസിലൻഡ് ട്രാവൽ ചെയ്തത് ഇപ്പോൾ ഇൻക്ലൂഡിങ് ദുബായ് കണക്കാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ 7,000 കിലോമീറ്റേഴ്സാണ്. 7,000 കിലോമീറ്റേഴ്സ് ഇതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ബൈ എയർ. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയൊന്നും യാത്ര ചെയ്യേണ്ടി വന്നുമില്ല. അതാണ് ആൾക്കാർ പറയുന്ന ഒരു കാര്യം. പിന്നെ വേറെ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ ഓർക്കണമെന്ന് നല്ലതാണ്. സൗത്ത് ആഫ്രിക്ക ദുബായിലേക്ക് വന്നു. അത് ചിലപ്പോൾ അവിടെ കളിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വീണ്ടും അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. ദുബായിൽ കളിക്കാമെന്ന് ഉദ്ദേശിച്ച കളി പാകിസ്ഥാനിൽ കളിക്കേണ്ടി വന്നു, വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ ഓരോടത്ത് പോയിട്ട് കളിക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ കളിക്കാൻ പോകണ സമയമാകുമ്പോൾ ഇവിടെ എല്ലാം അവിടെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു മനപ്രയാസം. പിന്നെ പോകണം. അതെ, കാര്യം ഇന്ത്യ ഒരു ന്യായീകരണം പറയുന്നുണ്ട്. ദുബായ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് അല്ല, ഞങ്ങളും പോയിട്ട് പുറത്താണ് കളിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് അവർ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ദാറ്റ് ഈസ് നോട്ട് വെരി കൺവിൻസിങ്. പൊതുവിൽ ആൾക്കാർക്കൊരു ചിന്താഗതിയുണ്ട് ഇന്ത്യക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.